എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 10ാം ക്ലാസ്സിലെ സയൻസിൻ്റെ 9ാമത്തെ ചാപ്റ്ററായിട്ടുള്ള ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റീഫ്രാക്ഷനാണ് ഇന്ന് നമ്മൾ അടുത്തറിയുവാനായി പോകുന്നത്. ആദ്യമായി തന്നെ എന്താണ് ഒരു മിറർ? നന്നായി പോളിഷ് ചെയ്ത ഉപരിതലങ്ങൾ, ഉദാഹരണത്തിന് ഒരു കണ്ണാടി. അതിൽ പതിക്കുന്ന പ്രകാശത്തിൻ്റെ ഭൂരിഭാഗവും അത് തിരിച്ചുവിടുന്നു. ഇതിനെയാണ് നമ്മൾ പ്രതിപതനം അല്ലെങ്കിൽ റിഫ്ലക്ഷൻ എന്ന് വിളിക്കുന്നത്. റിഫ്ലക്ഷനുമായി ബന്ധപ്പെട്ട് 2 നിയമങ്ങൾ കൂടി നമ്മൾ ഇവിടെ അറിയേണ്ടതായുണ്ട്. ഒന്നാമത്തെ നിയമമാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, അതായത് പതനകോണും ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, അതായത് പ്രതിപതനകോണും എപ്പോഴും തുല്യമായിരിക്കും. I=R ആയിരിക്കും. രണ്ടാമത്തെ നിയമം ഇതാണ്: ഇൻസിഡൻ്റ് റേ, റിഫ്ലക്റ്റഡ് റേ കൂടാതെ നോർമൽ എന്നിവയെല്ലാം ഒരേ പ്ലെയിനിലായിരിക്കും. ഒരു സാധാരണ പ്ലെയിൻ മിററിൽ ഉണ്ടാകുന്ന റിഫ്ലക്ഷൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒന്നാമതായി ഊർച്ചൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും. പ്രതിബിംബം മിഡ്ഡയും കൂടാതെ നിവർന്നതുമായിരിക്കും. രണ്ടാമതായി ഈക്വൽ സൈസ്, വസ്തുവിൻ്റെ അതേ വലുപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും ഉണ്ടായിരിക്കുക. മൂന്നാമതായി ഈക്വൽ ഡിസ്റ്റൻസ്, മിററിന് മുന്നിൽ വസ്തു എത്ര ദൂരത്തിലാണോ അത്രയും ദൂരത്തിൽ തന്നെയായിരിക്കും മിററിന് പിന്നിൽ പ്രതിബിംബം കാണപ്പെടുന്നതും. നാലാമതായി ലാറ്ററലി ഇൻവേർട്ടഡ് ആയിരിക്കും, അതായത് വലത് ഇടതായി മാറുന്നു, ഇടത് വലതായി മാറുന്നു, ലെഫ്റ്റ് റൈറ്റ് ആകുന്നു, റൈറ്റ് ലെഫ്റ്റായി മാറുന്നു. അടുത്തതാണ് സ്പെറിക്കൽ മിററുകൾ. നമ്മുടെ വീട്ടിലെ തിളങ്ങുന്ന ഒരു സ്റ്റീൽ സ്പൂൺ എടുക്കുക. അതിൻ്റെ വളഞ്ഞ ഉപരിതലം ഒരു കേവ്ഡ് മിററായി പ്രവർത്തിക്കുന്നു. വളഞ്ഞ മിററുകളിൽ ഏറ്റവും സാധാരണയായിട്ട് ഉപയോഗിക്കുന്നതാണ് സ്പെറിക്കൽ മിററുകൾ അല്ലെങ്കിൽ ഗോളീയ ദർപ്പണങ്ങൾ. ഒരു സ്പീറിൻ്റെ ഭാഗമായി കണക്കാക്കാവുന്ന തരം മിററുകളെയാണ് സ്പെറിക്കൽ മിററുകൾ എന്ന് വിളിക്കുന്നത്. ഇവയുടെ റിഫ്ലക്റ്റിംഗ് സർഫസ് ഒരു ഗോളത്തിൻ്റെ ഉപരിതലത്തിൻ്റെ ഭാഗമായിരിക്കും. അടുത്ത വീഡിയോയിൽ നമുക്ക് സ്പെറിക്കൽ മിററുകളെക്കുറിച്ച് വളരെ ഡീറ്റെയിലായി അടുത്തറിയാം. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. നമുക്ക് ഓരോ ടോപ്പിക്കായി എടുത്തെടുത്ത് മുൻപോട്ട് പോകാം.